റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അല്ലെങ്കിൽ റെക്കറൻറ്റ് മിസ്കാരേജസ് അല്ലെങ്കിൽ റെക്കറൻറ്റ് അബോർഷൻസ് എന്താണിത്? 2 കൂടുതൽ തവണ കൺസിക്യൂട്ടീവായിട്ട് പ്രഗ്നൻസി ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ്. അപ്പോൾ ഇത് നമുക്ക് യൂഷ്വലി നമ്മൾ ഒരു പോപ്പുലേഷൻ, ഫീമെയിൽ പോപ്പുലേഷൻ്റെ അടുത്ത് ഒരു 5 to 10% ഓഫ് സ്ത്രീകളിൽ ഈ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് കണ്ടുവരാറുണ്ട്. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മെയിൻലി ഏജാണ്, മെറ്റേണൽ ഏജ് തന്നെയാണ്. ആ വളരെ എൽഡർലി ആയിട്ടുള്ള സ്ത്രീയിലാണ് ഈ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് മേ ബി റിലേറ്റഡ് ടു അവരുടെ എഗിൻ്റെ ക്വാളിറ്റി കുറവായത്, ഡിമിനിഷ്ഡ് ആയതുകൊണ്ടായിരിക്കാം. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം എഗിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ ഇത് രണ്ടും ചേർന്നുണ്ടാകുന്ന ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും നാച്ചുറലി. അപ്പോൾ അത് കാരണം ആ ഭ്രൂണത്തിന് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റെക്കറൻറ്റ് ആയിട്ട് പ്രഗ്നൻസി ലോസസ് ഉണ്ടാവും. പ്രഗ്നൻസി ലോസസ് ഉണ്ടാവുമ്പം ഡെഫിനറ്റ്ലി പേരൻസിനെ നമുക്കൊന്ന് അവരുടെ ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണ്, അവരുടെ ഉള്ളിലുള്ള ക്രോമസോംസിൻ്റെ മേക്കപ്പ് എന്ന് ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. വേറൊരു റീസൺ കണ്ടുവരുന്നത് ഈ മദറിലുള്ള സിസ്റ്റമിക് ഡിസീസസ്, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസമോ ഹൈപ്പോ തൈറോയിഡിസമോ, തൈറോയ്ഡ് റിലേറ്റഡ്, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളിലും റെക്കറൻ്റ് ആയിട്ട് പ്രഗ്നൻസി ലോസസ് ഉണ്ടാവാം. അതുപോലെ തന്നെ കണ്ടുവരുന്ന വേറൊരു അസുഖമാണ് ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം അല്ലെങ്കിൽ ആപ്ല എന്നൊക്കെ പറയുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഏത് അസുഖം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാലും അതിനെതിരെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും ബോഡി തന്നെ. പക്ഷേ ചില ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയുടെ ഉള്ള നോർമലായിട്ടുള്ള ടിഷ്യൂസിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ആപ്ല സിൻഡ്രോം അതാവുകയും അത് ഈ പറയുന്ന പോലെ പ്രഗ്നൻസി ലോസസ് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള പ്രോബ്ലംസ്, ത്രോംബോഫീലിയാസ് എന്ന് പറയും. ബ്ലഡ് വെസൽസിൽ കൊച്ചു കൊച്ചു ക്ലോട്ട്സ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ക്ലോട്ട്സ് ഉണ്ടാകുമ്പം എംബ്രിയോ അല്ലെങ്കിൽ ബേബിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയും അങ്ങനെ പ്രഗ്നൻസി ലോസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് ഇപ്പം തൈറോയിഡിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ നമുക്ക് മെഡിസിൻസ് എടുത്ത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ആപ്ല അല്ലെങ്കിൽ ത്രോംബോഫീലിയാസിനും അതിന് ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പിന്നൊരു നോർമൽ പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ അല്ലെങ്കിൽ 12 to 13 വീക്സിൽ വരുന്ന അബോർഷൻസിൽ, റെക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് സംഭവിക്കുമ്പോൾ കാണുന്ന കാരണങ്ങളാണ് ഈ ഇപ്പോൾ പറഞ്ഞ ബേബിയിലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസും പിന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം. ഈ പേരൻസ് ചിലപ്പം നോർമലായിരിക്കും, പക്ഷേ ഈ കൺസൈൻഡസ് മാരേജസിലൊക്കെ അമ്മയ്ക്കും അച്ഛനും ബേസിക്കലി ആ ജനറ്റിക് പ്രോബ്ലം ഉണ്ട്, പക്ഷെ അവരിൽ അത് എക്സ്പ്രസ്ഡ് ആണെന്നില്ല. പക്ഷെ അതിൽ നിന്ന് അവരുടെ ഗാമറ്റ്സിൽ നിന്നുണ്ടാവുന്ന ബേബിക്കായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കും ഈ അബോർഷൻസ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണ് കാണപ്പെടുന്നത്. ആപ്ല കൊണ്ടുള്ള അബോർഷനാണ്, ആപ്ലയാണ് റീസണെങ്കിൽ അത് ഫസ്റ്റ് ട്രൈമിസ്റ്ററിലും സെക്കൻഡ് ട്രൈമിസ്റ്ററിലും കണ്ടുവരാറുണ്ട്. പിന്നെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ കഴിഞ്ഞ് ഈ 12 വീക്സ് കഴിഞ്ഞ് 20 വീക്സ് വരെയും നമ്മൾ മിസ്കാരേജ് അബോർഷൻ എന്നാണ് പ്രഗ്നൻസി ലോസിന് പറയുന്നത്. അപ്പം ഈ 12 വീക്സ് കഴിയുമ്പം, അതായത് 20 വീക്സിൻ്റെ ഇടയിലും 12 വീക്സിനും 20 വീക്സിൻ്റെ ഇടയിലുണ്ടാകുന്ന അബോർഷൻസ് ബേസിക്കലി യൂട്രസിൻ്റെ പ്രോബ്ലംസ് കൊണ്ടാണ് സാധാരണ കാണിക്കുന്നത്. അപ്പോൾ ഇത് യൂട്രസ് എന്ന് പറയുമ്പോൾ ഒരു മുറി പോലെയാണ്. അപ്പോൾ അത് പ്രഗ്നൻസിക്ക് മുൻപ് ഒരു സ്ത്രീയുടെ യൂട്രസ് ഒരു 6 to 8 സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ ലെങ്ത് എങ്കിൽ, പിന്നീട് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ തൊട്ടാണ് ആ ബേബി വളരുമ്പം യൂട്രസും വലുതായി വരുന്നു. അപ്പോൾ ഈ യൂട്രസിൻ്റെ ഉള്ളിലുള്ള സ്പേസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ, അതായത് ബേബിക്ക് വളരാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിഡ് ട്രൈമിസ്റ്റർ ലോസസ് ഉണ്ടാകും. അതായത് അത് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ അങ്ങനെ അത് കാണിക്കണമെന്നില്ല. കുറച്ചും കൂടെ ബേബി വളർന്ന് ഒരു 14, 15 വീക്സ്, 16 വീക്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും യൂട്രസിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ അബോർഷൻസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ഓഫ് യൂട്രസ്, അതായത് ജനിക്കുമ്പോഴേ ആ യൂട്രസിൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ക്യാവിറ്റിക്ക് ഡിഫോമിറ്റി കാണും. അതിൽ വരുന്നതാണ് ഈ സെപ്റ്റേറ്റ് യൂട്രസ്, ബൈകോർണേറ്റ് യൂട്രസ്, ഇതെല്ലാം.
അപ്പോൾ അങ്ങനത്തെ യൂട്രൈൻ അബ്നോർമാലിറ്റീസിലും റിക്കറന്റ് ലോസസ് സംഭവിക്കാം. പിന്നെ കാണപ്പെടുന്നത് യൂട്രസിന്റെ മൗത്ത് ഏരിയ, സെർവിക്സിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ അതിന് ശക്തിയില്ലായ്മ. ഇപ്പോൾ ഒരു ബേബി ഒന്ന് ഈ പറയുന്ന പോലെ 15-16 വീക്സ് ആകുമ്പോൾ തന്നെ അത് ഹോൾഡ് ചെയ്യത്തില്ല. യൂഷ്വലി അതൊരു മസ്കുലർ ട്യൂബാണ്. അതൊരു 3 to 3.5 സെൻറ്റിമീറ്റർ നീളമുള്ള അതിങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു ട്യൂബാണ്. നോർമലി അത് ഡെലിവറി സമയത്ത്, അതായത് 40 വീക്സ് എത്തിയതിന് ശേഷം മാത്രമാണ് ആ ട്യൂബിൻ്റെ ലെങ്ത് കുറയുകയും തുറന്നു വരികയും ചെയ്യേണ്ടത്. പക്ഷെ അതിന് ശക്തിയില്ലാത്ത അവസ്ഥ, അതായത് സെർവൈക്കൽ ഇൻകംപീറ്റൻസ് എന്ന് പറയുന്ന അസുഖത്തിൽ ഇത് അതിന് മുൻപേ തുറന്നു വരും, അതിൻ്റെ ലെങ്ത് കുറഞ്ഞ് തുറന്നു വരും. അങ്ങനെ മെംബ്രെയിൻസ് റപ്ചർ ചെയ്ത് പ്രഗ്നൻസി ലോസ് സംഭവിക്കും. അപ്പോൾ അതാണ് സെർവൈക്കൽ ഇൻകംപീറ്റൻസ്. ഇപ്പോൾ യൂട്രൈൻ അബ്നോർമാലിറ്റീസിലും ഈ സെർവൈക്കൽ ഇൻകംപീറ്റൻസും യൂഷ്വലി ലേറ്റർ, അതായത് ഈ പറയുന്ന പോലെ 15-16 വീക്സിനൊക്കെ ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ട് ഇത് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസസ് സംഭവിക്കുന്നുള്ള റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഒരു മോർ ദാൻ 50% ഓഫ് ദ ടൈം നമുക്ക് ഒരു പർട്ടിക്കുലർ റീസൺ ചിലപ്പം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ ലിറ്ററേച്ചർ പറയുന്നത് അവർക്ക് റെക്കറൻറ്റ് 2 കൂടുതൽ തവണ കൺസിക്യൂട്ടീവായിട്ട് പ്രഗ്നൻസി ലോസ് സംഭവിക്കുമ്പോഴാണ് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ്. അല്ലാതെ റാൻഡംലി 1-2 തവണ എപ്പോഴെങ്കിലും ഒരു അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അല്ല. അപ്പം ഇത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു 60%, നേരത്തെ 50% കൂടുതൽ നമുക്ക് റീസൺ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ അവർക്കൊരു ഇതേ സ്ത്രീകൾക്ക് തന്നെ ഒരു മോർ ദാൻ 75% ഓഫ് ദ ടൈം അവർക്ക് പിന്നീട് ഒരു നാച്ചുറൽ, വളരെ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടേം വരെ എത്തുന്ന ഒരു പ്രഗ്നൻസി അച്ചീവ് ചെയ്യാനും സാധിക്കാറുണ്ട്. സോ അതുകൊണ്ട് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസിൽ നമ്മൾ അതിന് റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും റീസൺ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം.